അപ്പോൾ എളുപ്പത്തിലുണ്ടാക്കാൻ ചിക്കൻ പരട്ട അതിന് ഉണ്ടാക്കാം. നമുക്ക് അതിന് വേണ്ടി എടുത്തേണ്ടത് ഒരു ചട്ടിയിൽ നമുക്കൊരു 5-6 ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു പിടി നാളികേരക്കൊത്തി ചേർത്ത് കൊടുക്കാം. കാരണം കുറച്ച് കഴിഞ്ഞ് നാളികേരക്കൊത്തി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുക. അതിലേക്ക് നമുക്കൊരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചിക്കൻ തട്ടി കൊടുക്കാം. ചിക്കൻ 1 കിലോ ചിക്കൻ എടുത്താണ്, അത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് അതാണ് ചേർത്തേണ്ടത്. അതുപോലെ തന്നെ ഒരു സവോള പൊടിയിട്ടരിഞ്ഞ്, ഒരു തക്കാളി പൊടിയിട്ടരിഞ്ഞ്, ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചെടുത്താണ്, പച്ചമുളകും കൂടെ. അത് നമുക്ക് ഒരു പിടി അത്യാവശ്യത്തിന് നമുക്ക് 1 കിലോ ചിക്കനിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ച് ചേർത്താൽ മതി. ഇനി നന്നായി ഒന്ന് യോജിപ്പിക്കുക. അതെല്ലാം കൂടെ നമ്മളിതിൽ എക്സ്ട്രാ വെള്ളമൊന്നും നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നമ്മളൊന്ന് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ചെറിയതിലിട്ട് കഴിഞ്ഞാൽ നമുക്കിതിൽ ചിക്കനിൽ ഓൾറെഡി ഇത്തിരി വെള്ളം ഉണ്ടാവും. ആ വെള്ളം നമുക്ക് ഇതിലേക്ക് ഇറങ്ങി വരും. ആ വെള്ളത്തിൽ കിടന്നിട്ട് വേണം അത് വേവാനായിട്ട്. ഏകദേശം ഒരു 10-15 മിനിറ്റുള്ളിൽ സെറ്റാവണം. അത് ചെറിയ പീസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഈ വെള്ളമൊക്കെ വറ്റി നല്ല ഇതുപോലെ ഒരു ചെറിയ കളറ്, ഇതുപോലെ ഒരു കറുപ്പ് കളറിലേക്കാണ് അത് വരിക. അപ്പോൾ നമ്മുടെ ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ഉണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ പെരട്ടാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ട ഇത് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ചോറിനോടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ പെരട്ടാണത്.